ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കുന്നതെന്ന് ഇത് നിങ്ങൾക്കറിയാം, നമ്മൾ 2 ദിവസം മുമ്പ് നമ്മൾ ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോഴിക്കുഞ്ഞുങ്ങളാട്ടെ ഇവർ. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാട്ടെ ഞാൻ ഇതാ ഇവരെ ഒന്നും കൂടി കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു കോഴിയുടെ 11 കോഴിമുട്ടയായിരുന്നു ഉണ്ടായിരുന്നത് മൊത്തത്തിൽ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് 11 കോഴിമുട്ടയും വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 6 കോഴിക്കുഞ്ഞുങ്ങളാട്ടോ വിരിഞ്ഞത്. പിന്നെ 6 കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു 2 ദിവസം നമുക്ക് ഇവിടെ അടുത്ത് തന്നെ നിർത്തി. പിന്നെ അതിനുശേഷം നമ്മൾ വേറെ നമ്മളെ ഈ കഴിഞ്ഞ വിരിഞ്ഞിറങ്ങിയ തള്ളക്കോഴിയുടെ അടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ തള്ളക്കോഴി കൊത്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വെള്ളം കുടിപ്പിച്ച് കൊടുക്കുന്ന അത് ചിലപ്പോൾ കാണാത്തവർക്ക് ഒരു സംശയം ഉണ്ടാവും. ഇനിയിപ്പോൾ എന്തായാലും 4 കോഴിമുട്ടയും കൂടി വിരിയാണ്ട്, 4 അല്ല 5 കോഴിമുട്ടയും കൂടി വിരിയാണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലൊരു കോഴിമുട്ട ഇതേപോലെയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഇത് വിരിയോ ഇല്ലേ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഈ ഒരു ഉള്ളിലുള്ള വെള്ളം അതൊക്കെ ഒന്ന് നഷ്ടപ്പെട്ട ഒരവസ്ഥയാട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് പൊട്ടിച്ച് നോക്കിയാൽ ഇനി എന്താ പറയുക എന്തെങ്കിലും കുഴപ്പമുണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മളെ കോഴിക്കുഞ്ഞ് നല്ല ജീവൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു ദിവസം അങ്ങനെ തന്നെ വിട്ടു. എന്താ പറയുക, ഒറ്റയ്ക്ക് അവർ ചവിട്ടി പുറത്തിറങ്ങല്ലോ പൊട്ടിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കോഴിമുട്ടയുടെ ഇതിൻ്റെ ഷെല്ലിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു പാടുണ്ടല്ലോ അത് മാത്രം കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ജലാംശമൊക്കെ അതിനൊക്കെ പറ്റിപ്പോയതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ തൊട്ട് അത് ഇങ്ങനെ ഒന്ന് ഇതേപോലെ നനച്ച് കൊടുത്തിട്ടാട്ടോ നമ്മൾ ഇതൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കും. പിന്നെ കാലുകൊണ്ട് ഇത് പുറത്തേക്ക് കിടക്കാന്നാൽ അതിൻ്റെ ഒരു ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കാലൊക്കെ ഒരു രോമൊക്കെ ഒട്ടിപ്പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അതേപോലെയൊക്കെ ഒന്ന് ഏകദേശം നാക്കി പൊക്കിൾക്കൊടിൻ്റെ ആ ഒരു ഭാഗം മാത്രം അവിടെ വെച്ചിട്ടോ. പിന്നെ ഞാൻ തള്ളക്കോഴിൻ്റെ അടുത്തേക്ക് നമ്മൾ വെക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ നമ്മളെ ആ ഒരു ആദ്യം വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞല്ലോ വേറെ തള്ളക്കോഴിയുടെ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ തള്ളക്കോഴി ഒന്നും ചെയ്യാത്തതുകൊണ്ട് അവിടെ തന്നെ നിന്നോട്ടേന്ന് വിചാരിച്ചു. പിന്നെ ഇതിനെ ഇങ്ങനെ ചവിട്ടി അവരിങ്ങനെ നടന്ന് ഇതാക്കുമ്പോൾ അത് ചത്തുപോലെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഇത് ഏകദേശം ഒന്ന് വിരിഞ്ഞിറങ്ങിയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ തള്ളക്കോഴികൾ പിന്നെ ബാക്കിയുള്ള മുട്ട വിരിയാനുള്ള സമയമൊന്നും എടുക്കില്ല. അവർ പുറത്തേക്ക് വേഗം പോകും കേട്ടോ. പിന്നെ നമ്മളെ 4 കോഴിമുട്ടയും കൂടി വിരിയാണ്ട് കേട്ടോ. ഇനി അതിലൊക്കെ കൊത്ത് വീണിട്ടുണ്ട്. പിന്നെ നമുക്ക് 11 കോഴിമുട്ട വെച്ചതിലിപ്പോൾ എല്ലാ കോഴിക്കുഞ്ഞും വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതാക്കുന്ന കോഴിക്കുഞ്ഞിന് കുറച്ച് വെള്ളം കൂടി ഇതേപോലെ കുടിപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ഉഷാറ് കുറവൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ദിവസമൊക്കെ ആ ഒരു പുറന്തോടിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോഴിമുട്ടേൻ്റെ ഷെല്ലൊക്കെ പൊട്ടിപ്പോയിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഉഷാറ് കുറവ് എന്തായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും ഞാൻ വിചാരിച്ച് നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരമൊക്കെ ആയി പോയി നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയുണ്ട് ഒരു 3 കോഴിമുട്ടയും കൂടി വിരിയാൻ. പിന്നെ രാത്രിയൊക്കെ ആയ സമയത്ത് പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് പോയി നോക്കിയപ്പം നമ്മുടെ 4 കോഴിക്കുഞ്ഞുങ്ങളും വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 കോഴിമുട്ടയും കൂടി. അപ്പോൾ ഇതിൽ 5 കോഴിക്കുഞ്ഞാട്ടോ അപ്പോൾ ഉള്ളത്. പിന്നെ നമ്മൾ ആദ്യം വിരിഞ്ഞ 6 കോഴിക്കുഞ്ഞുങ്ങൾ, അങ്ങനെ മൊത്തം 11 കോഴിക്കുഞ്ഞുങ്ങളായിട്ടുള്ളത്. എല്ലാ കോഴിമുട്ടയും ഇപ്രാവശ്യം നമുക്ക് ആ ഒരു വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ ഇതാക്കുന്ന പിന്നെ കോഴിപ്പേൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക അല്ലാത്ത കോഴികളെ മുക്കാൻ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പുകലേൻ്റെ ഒരു വെള്ളമൊക്കെ കാய்ച്ചിട്ട് കുറച്ച് കുടഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുക്ക തന്നെ നമ്മുടെ കോഴിമുട്ട വിരിയുന്നതിൻ്റെ മുമ്പ് തന്നെ ആ ഒരു ഏരിയ ഒക്കെ കുടഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ ഇതാക്കുന്ന ഈ ഒരു കൂട്ടിലേക്ക് ഞാൻ പേപ്പറൊക്കെ വിരിച്ചു കൊടുത്തിട്ട് കൂട്ടിലേക്ക് മാറ്റിയായിരുന്നു കേട്ടോ. പിന്നെ തള്ളക്കോഴി ആകെ ചിക്കി ചനിച്ച് ആകെ നാശമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം വിരിഞ്ഞ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ ആ കൂട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇവക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് ആ ഒരു സെക്ഷനും ഈ ഒരു സെക്ഷനും കോഴിക്കുഞ്ഞുങ്ങളും കൂടി ഒന്നിച്ചാക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു മാസം വരെയൊക്കെ ചിലപ്പോൾ ഇടാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലാട്ടോ നമ്മളെ ആ ഒരു കോഴിക്കുഞ്ഞുള്ളത് 6 എന്നുള്ളത്. ഇവള് നല്ലോണം നോക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ കൊത്തി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് 2-3 ദിവസം അവളെ ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയ തള്ളക്കോഴിയുടെ ഒപ്പം നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ ഇവളെ അടുത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ബാക്കിയുള്ളത് ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ ഒരു കോഴിക്കുഞ്ഞൊക്കെ ഒരുപാട് വ്യത്യാസമൊന്നും ഇല്ലാത്ത കോഴിക്കുഞ്ഞാട്ടോ, ഒരുപാട് ദിവസത്തെ ഡിഫറൻ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും ഒരുമിച്ചാക്കി ഒരു തള്ളക്കോയിനാക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ നമ്മളൊരു മാസം വരെയൊക്കെ വിരിച്ചിറക്കിയിട്ട് ഒരു മാസം വരെയൊക്കെ തള്ളക്കോയിൻ്റെ അടുത്ത് നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മാറ്റാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഒരു 3 മാസം വരെയൊക്കെ നമ്മൾ തള്ളക്കോയിനെ പുറത്ത് ഈ കുഞ്ഞുങ്ങളപ്പരം തന്നെയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ 3 മാസം കഴിഞ്ഞ് ആ വേറെ വിരിഞ്ഞിറങ്ങിയ തള്ളക്കോയി ഇപ്പോൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ പറയുക, നമ്മൾ കോഴിക്കുഞ്ഞിനെ ഇൻക്യുബേറ്ററിലൊക്കെ വെക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഇതേപോലെ ചെയ്യാറുണ്ട്. ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്നതും അതേപോലെ നമ്മളെ അടവെച്ച് വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാത്തിനെയും കൂടി ഞാൻ ബ്രൂഡർ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇടലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇൻക്യുബേറ്റർ ഇപ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഇതേപോലെയൊക്കെ ട്രിക്കൊക്കെ കാണിച്ചിട്ട് നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്യാന്നല്ലാതെ ഇപ്പോൾ നമുക്ക് ഇൻക്യുബേറ്റർ ഇല്ലാത്തതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഒരു മാസം ഒരു 1.5 മാസം വരെ ബ്രൂഡറിലിട്ടിട്ട് നമുക്ക് അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടലുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പറയും പോലെ ഒരു മാസം 2 മാസം 3 മാസം നമുക്ക് ഇഷ്ടമുള്ള പോലെ കേട്ടോ. നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ അവരെ വേറെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ വളർത്തിയെടുക്കാൻ പറ്റും, നല്ല ഉഷാറോടെ വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് തള്ളക്കോയിന് ഇട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ നല്ല ഉഷാറ് കിട്ടണമെങ്കിൽ നമ്മളൊരു മാസം വരെയെങ്കിലും നമ്മൾ തള്ളക്കോയിനെ കുഞ്ഞുങ്ങളെ ഒരുമിച്ചിടുന്നതായിരിക്കട്ടെ നന്നാവാം. പിന്നെ ഒരു 3 മാസം വരെയൊക്കെ ഇവർ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ നടക്കുന്ന തള്ളക്കോഴികളൊക്കെ ഉണ്ട്. അതിനുശേഷം തള്ളക്കോഴിയൊക്കെ പിന്നെയും ക്രോസ് ചെയ്ത് മുട്ടയിടാനൊക്കെ തുടങ്ങും. ഇപ്പം എന്തായാലും ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൂടി പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആകുമല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഈ ഒരു ഏകദേശം ഡിഫറൻറ്റ് ഇല്ലാത്ത കോഴിക്കുഞ്ഞുങ്ങളെ ഒരുമിച്ചിടണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.